AI എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് പൂനെ അന്താരാഷ്ട്ര എയർപോർട്ടിൽ നിലവിലുള്ള ഒഴിവുകൾ നികത്തുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. പൂർണ്ണമായും കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് ജോലി നേടാം. അപേക്ഷ സമർപ്പിക്കേണ്ട യോഗ്യത മാനദണ്ഡങ്ങളും നോക്കാം. തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ മികച്ച ശമ്പളത്തിൽ ജോലി നേടാനുള്ള അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ബോർഡ് AI എയർപോർട്ട് സർവീസ് ലിമിറ്റഡ്. ജോലിതരം കേന്ദ്ര സർക്കാർ. നിയമനം താൽക്കാലികം. ആകെ ഒഴിവുകൾ 247. ജോലിസ്ഥലം പൂനെ. ശമ്പളം 14,610 to 19,350. AI എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് വിവിധ പോസ്റ്റുകളിലായി 247 ഒഴിവുകളിലേക്കാണ് നിലവിൽ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓരോ തസ്തികയിലും വരുന്ന ഒഴിവ് വിവരങ്ങൾ നോക്കാം. 1. ഡി ടെർമിനൽ മാനേജർ. 2. ഡ്യൂട്ടി ഓഫീസർ 7. ജൂനിയർ ഓഫീസർ പാസഞ്ചർ 6. ജൂനിയർ ഓഫീസർ ടെക്നിക്കൽ 7. കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് 47. റാം സർവീസ് എക്സിക്യൂട്ടീവ് 12. യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാം ഡ്രൈവർ 17. ഹാൻഡിമാൻ 119. ഹാൻഡി വുമൺ 30. പ്രായപരിധി: ജൂനിയർ ഓഫീസർ ടെക്നിക്കൽ, കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്, റാം സർവീസ് എക്സിക്യൂട്ടീവ്, യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാം ഡ്രൈവർ, ഹാൻഡിമാൻ, ഹാൻഡി വുമൺ. പ്രായപരിധി 28 വയസ്സ്. ജൂനിയർ ഓഫീസർ പാസഞ്ചർ. ഏജ് ലിമിറ്റ് 35. ഡ്യൂട്ടി ഓഫീസർ 50. ഡി ടെർമിനൽ മാനേജർ 55 വയസ്സ്. വിദ്യാഭ്യാസ യോഗ്യത: ടെർമിനൽ മാനേജർ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം, 18 വർഷത്തെ ജോലി പരിചയം അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് MBA, 15 വർഷത്തെ ജോലി പരിചയം, പാസഞ്ചർ കൈകാര്യം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പരിചയം, എയർലൈൻ അല്ലെങ്കിൽ എയർപോർട്ട് ഓപ്പറേറ്റർ അല്ലെങ്കിൽ BCAS അംഗീകരിച്ച ഏതെങ്കിലും എയർപോർട്ട് ഓപ്പറേറ്റർ നിയമിച്ച ഗ്രൗണ്ട് ഹാൻഡ്ലർ ഏതെങ്കിലും വിമാനത്താവളത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ സംയോജനത്തിൽ മുകളിൽ പറഞ്ഞതിൽ നിന്നും കുറഞ്ഞത് 6 വർഷത്തെ പരിചയം, ഒരു മാനേജർ അല്ലെങ്കിൽ സൂപ്പർവൈസറി ശേഷിയിലായിരിക്കണം. കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളിൽ നല്ല പരിചയം ഉണ്ടായിരിക്കണം. ഡ്യൂട്ടി ഓഫീസർ വിദ്യാഭ്യാസ യോഗ്യത: അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം, 12 വർഷത്തെ ജോലി പരിചയം, പാസഞ്ചർ കൈകാര്യം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പരിചയം, എയർലൈൻ അല്ലെങ്കിൽ എയർപോർട്ട് ഓപ്പറേറ്റർ അല്ലെങ്കിൽ BCAS അംഗീകരിച്ച ഏതെങ്കിലും എയർപോർട്ട് ഓപ്പറേറ്റർ നിയമിച്ച ഗ്രൗണ്ട് ഹാൻഡ്ലർ ഏതെങ്കിലും വിമാനത്താവളത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ സംയോജനത്തിൽ മുകളിൽ പറഞ്ഞതിൽ നിന്നും കുറഞ്ഞത് 4 വർഷത്തെ പരിചയം, ഒരു മാനേജർ അല്ലെങ്കിൽ സൂപ്പർവൈസറി ശേഷിയിലായിരിക്കണം. കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളിൽ നല്ല പരിചയം. ജൂനിയർ ഓഫീസർ പാസഞ്ചർ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം, 9 വർഷത്തെ പരിചയമുള്ള 10+2 പാറ്റേൺ, ഇൻബ്ലാക്സ് കൈകാര്യം ചെയ്യൽ. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം, 10+2 പാറ്റേൺ, MBA അല്ലെങ്കിൽ ഏതെങ്കിലും തത്തുല്യം. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് പാക്സിൽ 6 വർഷത്തെ വ്യോമയാന പരിചയം കൈകാര്യം ചെയ്യുന്നത്. ജൂനിയർ ഓഫീസർ ടെക്നിക്കൽ, മെക്കാനിക്കലിൽ മുഴുവൻ സമയം ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ, പ്രൊഡക്ഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ്, LMV കൈവശം വെച്ചിരിക്കണം. ഹെവി മോട്ടോർ വെഹിക്കിൾ, സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ്, പരമാവധി 12 മാസത്തിനകം അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ HMV ലൈസൻസ് ഹാജരാക്കുക. സംസ്ഥാനത്തിൻ്റെ നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് സമയപരിധി സർക്കാർ ചേരുന്ന തീയതി മുതൽ നിലവിലുള്ളയാൾ ഹെവി മോട്ടോർ വെഹിക്കിളിന് അപേക്ഷിക്കണം. ഓഫർ സ്വീകരിച്ച ഉടൻ ലൈസൻസ് ഇല്ല കൈവശം വയ്ക്കുന്നതിന് മുമ്പ് ഇൻക്രിമെൻ്റ് നീട്ടുന്നതിന് HMV ലൈസൻസ് വ്യോമയാനമുള്ളവർക്ക് മുൻഗണന നൽകും. പരിചയം അല്ലെങ്കിൽ GS ഉപകരണങ്ങൾ, വാഹനം, ഭാരം, എർത്ത് മൂവേഴ്സ് ഉപകരണങ്ങളുടെ പരിപാലനം. പ്രശസ്ത GS ഉപകരണ നിർമ്മാതാവ് അല്ലെങ്കിൽ അംഗീകൃത സേവന ഏജൻസി. കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം, 10+2 പാറ്റേൺ സ്ഥാനാർത്ഥിക്ക് മുൻഗണന നൽകും.
എയർലൈൻ GHA കാർഗോ എയർലൈൻ ടിക്കറ്റിംഗ് അനുഭവം അല്ലെങ്കിൽ എയർലൈൻ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫൈഡ് കോഴ്സ് ഡിപ്ലോമ ഇൻ IATA UFTAA അല്ലെങ്കിൽ IATA FIATA അല്ലെങ്കിൽ IATA DGR അല്ലെങ്കിൽ IATA കാർഗോ PC ഉപയോഗിക്കുന്നതിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം. സംസാരിക്കുന്നതിലും എഴുതുന്നതിലും നല്ല കമാൻഡ്. ഹിന്ദിക്ക് പുറമെ ഇംഗ്ലീഷ്. റാം സർവീസ് എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻ 3 വർഷത്തെ ഡിപ്ലോമ. ഉൽപ്പാദനം ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഓട്ടോയിൽ NCTVT ആകെ 3 വർഷം ഉള്ള ITI ഇലക്ട്രിക്കൽ എയർ കണ്ടീഷനിങ് ഡീസൽ മെക്കാനിക് ബെഞ്ച് ഫിറ്റർ വെൽഡർ ഉള്ള ITI സർട്ടിഫിക്കറ്റ് നൽകി വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റിൽ നിന്നും ഏതെങ്കിലും ഒരു സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിശീലനവും വെൽഡറുടെ കാര്യത്തിൽ 1 വർഷത്തെ പരിചയവും. വിജയത്തിന് ശേഷം ഹിന്ദി ഇംഗ്ലീഷിനൊപ്പം SSLC തത്തുല്യ പരീക്ഷ ഒരു വിഷയവുമായി പ്രാദേശിക ഭാഷ ആൻഡ് ഉദ്യോഗാർത്ഥി യഥാർത്ഥ സാധുവായുള്ള ഹെവി മോട്ടോർ കൈവശം വെക്കണം. സ്ഥാനാർത്ഥി സംഭാഷണത്തിന് മുൻഗണന നൽകും പ്രാദേശിക ഭാഷ അറിയുന്നവർക്ക്. യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാം ഡ്രൈവർ SSLC അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ് ഒറിജിനൽ സാധുവായുള്ള HNV ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ട്രേഡ് ടെസ്റ്റിന് ഹാജരാകുന്ന സമയത്ത്. ഹാൻഡിമാൻ 10ാം ക്ലാസ് പാസ് ഇംഗ്ലീഷ് വായിക്കാനും മനസ്സിലാക്കാനും കഴിയണം. പ്രാദേശിക ഹിന്ദി ഭാഷകളിലെ പരിജ്ഞാനം അതായത് മനസ്സിലാക്കാനും സംസാരിക്കാനുമുള്ള കഴിവാണ് അഭികാമ്യം. ഹാൻഡി വിമൻ 10ാം ക്ലാസ് പാസ് ഇംഗ്ലീഷ് വായിക്കാനും മനസ്സിലാക്കാനും കഴിയണം. പ്രാദേശിക ഹിന്ദി ഭാഷകളിലെ പരിജ്ഞാനം അതായത് മനസ്സിലാക്കാനും സംസാരിക്കാനുമുള്ള കഴിവാണ് അഭികാമ്യം. സാലറി ടെർമിനൽ മാനേജർ 60,000, ഡ്യൂട്ടി ഓഫീസർ 32,200, ജൂനിയർ ഓഫീസർ പാസഞ്ചർ 29,760, ജൂനിയർ ഓഫീസർ ടെക്നിക്കൽ 29,760, കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് 27,450, റാം സർവീസ് എക്സിക്യൂട്ടീവ് 27,450, യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാം ഡ്രൈവർ 24,960, ഹാൻഡിമാൻ 22,000, ഹാൻഡി വിമൻ 22,000. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വിലാസത്തിൽ ഇൻ്റർവ്യൂവിന് ഹാജരാകുക. ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മുഴുവനായി വായിച്ച് യോഗ്യത ഉറപ്പുവരുത്തേണ്ടതാണ്. ഇൻ്റർവ്യൂ 2024 ഏപ്രിൽ 15 മുതൽ 19 വരെ നടക്കും. ഇൻ്റർവ്യൂ നോട്ടിഫിക്കേഷൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. മിനിമം യോഗ്യത +2 മതി. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഓഫീസുകളിൽ ജോലി നേടാം. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, ഓഫീസുകൾ, വിവിധ ഭരണഘടനാ സ്ഥാപനങ്ങൾ, സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ, ട്രിബ്യൂണലുകൾ എന്നിവയിലേക്കുള്ള ഗ്രൂപ്പ് C തസ്തികയിലേക്കുള്ള നിയമനത്തിനായി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി 10+2 ലെവൽ എക്സാമിനേഷൻ 2024 പരീക്ഷ നടത്തുന്നു. ലോവർ ഡിവിഷൻ ക്ലർക്ക്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് A തുടങ്ങിയ തസ്തികകളിലായി 3,712 ഒഴിവുകളുണ്ട്. യോഗ്യത +2. പ്രായം 18 വയസ്സ് തൊട്ട് 27 വയസ്സ് വരെ. SC, ST, OBC, PWBD, ESM തുടങ്ങിയ സംവരണ വിഭാഗത്തിന് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കും. ശമ്പളം 19,000 രൂപ തൊട്ട് 81,000 രൂപ വരെ. അപേക്ഷാ ഫീസ് വനിത, SC, ST, PWBD, ESM അപേക്ഷാ ഫീസ് ഇല്ല. മറ്റുള്ളവർക്ക് 100 രൂപ. താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മെയ് 7 മുമ്പായി ഓൺലൈനായി അപേക്ഷിക്കുക. നോട്ടിഫിക്കേഷൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.